കേരളത്തിലെ ഏറ്റവും പ്രാചീനമായതും പ്രാധാന്യമുള്ളതായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവല്ല ശ്രീ വല്ലഭസ്വാമി ക്ഷേത്രം. ഒരു കാലത്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും മേലെയായിരുന്നു ശ്രീ വല്ലഭസ്വാമിയുടെ സ്ഥാനം. നമ്മളവിടെ ദർശനത്തിനായിട്ട് ചെല്ലുമ്പോൾ മുൻവശത്തെ ആനക്കുട്ടിലിന് മുകളിൽ ഒറ്റത്തടിയിൽ കൊത്തിയ അതിമനോഹരമായിട്ടുള്ള ഒരു അനന്തശയന രൂപം ഇരിക്കുന്നത് കാണാം. ആ രൂപം അവിടെ വന്നതിന് പുറകിലൊരു വലിയ ചതിയുടെ കഥയുണ്ട്, ഒരു വലിയ ചരിത്രമുണ്ട്. ഈ കഥ മനസ്സിലാക്കിയതിന് ശേഷം ഇനി നിങ്ങളവിടെ ചെന്ന് ആ ഒരു രൂപം കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലൊരു കുത്തൽ അനുഭവപ്പെടും. നമുക്ക് ആ കഥയൊന്ന് കേട്ടു നോക്കാം. പണ്ട് തിരുവല്ല ക്ഷേത്രഭരണം നൂറ്റാണ്ടുകളോളം നടത്തിക്കൊണ്ടിരുന്നത് പത്തില്ലത്തിൽ പോറ്റിമാരായിരുന്നു. പഴയ നാട്ടുരാജ്യമായിരുന്ന തെക്കുംകൂറിലെ പ്രമുഖരായ 10 നമ്പൂതിരി കുടുംബങ്ങളാണിവർ. അപ്പോൾ ഇവരുടെ അധികാരാവകാശങ്ങൾ ശരിക്കും രാജാവിൻ്റെ അധികാരത്തെക്കാളും മേളിലായിരുന്നു. അപ്പോൾ ഇവരിൽ പ്രമുഖനായിരുന്നു വിലക്കിലി നമ്പൂതിരിപ്പാട്. ധാരാളം ആൾബലവും സ്വത്തുവകകളൊക്കെ ഉണ്ടായിരുന്ന വിലക്കിലി യഥാർത്ഥത്തിലൊരു നാടുവാഴിക്ക് തുല്യനായിരുന്നു. ഈ പത്തില്ലത്തിൽ പോറ്റിമാരുടെ ഭരണത്തിന് കീഴിൽ ധാരാളം പ്രമുഖ ക്ഷേത്രങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് വടക്ക് ഭാഗത്തായി ഒരു വലിയ കുളം കാണാം. പുത്തൻകുളം എന്നാണ് ആ കുളത്തിൻ്റെ പേര്. ഈ കുളത്തിൻ്റെ സ്ഥാനത്തായിരുന്നു അന്ന് വിലക്കിലി നമ്പൂതിരിയുടെ ഔദ്യോഗികമായ കൊട്ടാരം നിലനിന്നിരുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെയും ഈ ഗ്രാമത്തിൻ്റെയൊക്കെ ഭരണം നമ്പൂതിരിപ്പാട് നിർവഹിച്ചു പോന്നിരുന്നത്. 1729 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യഭരണം ഏറ്റെടുത്ത ആ ഒരു കാലത്ത് രാജ്യവിസ്തൃതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ പരമാധികാരത്തിന് തടസ്സമായിട്ട് നിന്നിരുന്ന നാടുവാഴികളെയും നാട്ടുരാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് അവരുടെ സ്വത്തുവകകളൊക്കെ പിടിച്ചെടുക്കുന്നതും ഒരു പതിവായിരുന്നു. അക്കാലത്ത് രാജാവിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു തെക്കുംകൂറും കായംകുളവും. ഈ തെക്കുംകൂറിൻ്റെ ഭരണകാലത്ത് കൊച്ചി രാജാക്കന്മാർക്കും തിരുവല്ല ക്ഷേത്രത്തിൽ വലുതായ അധികാരാവകാശങ്ങളുണ്ടായിരുന്നു. ഈ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെതിരായിട്ട് കായംകുളത്തിനെ വലുതായ രീതിയിൽ സഹായിച്ചുകൊണ്ടിരുന്നതും തെക്കുംകൂറാണ്. ഇപ്പോൾ ഇവരുടെ ഈ തെക്കുംകൂറിൻ്റെയും കായംകുളത്തിൻ്റെയും ഇടയിൽ നിന്നിരുന്ന പ്രബലരായിരുന്ന ഒരു വിഭാഗമാണ് ഈ ഒരു തിരുവല്ല ഗ്രാമവും ഈ പത്തില്ലത്തിൽ പോറ്റിമാരും. 1746 രാജാവ് കായംകുളം പിടിച്ചെടുത്തു. അതിനുശേഷം തെക്കുംകൂർ പിടിച്ചെടുക്കണമെങ്കിൽ അതിനു മുൻപായിട്ട് തിരുവല്ല ഗ്രാമം പിടിച്ചെടുക്കേണ്ടത് രാജാവിനൊരു ആവശ്യവുമായിരുന്നു. കൊല്ലവർഷം 922 AD 1747 രാജാവും രാമയ്യന്തളവയും പരിവാരങ്ങളോടൊപ്പം തിരുവല്ല ക്ഷേത്ര ദർശനത്തിനായിട്ടെത്തി. രാജാവ് വന്നറിഞ്ഞ് വിലക്കിലി നമ്പൂതിരിപ്പാട് വളരെ ആർഭാടപൂർണമായിട്ടാണ് രാജാവിനെ സ്വീകരിച്ചത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും വലിയ കുത്തുവിളക്കുകളുടെയും താലപ്പൊലികളുടെയും 100 കണക്കിന് ആളുകൾ നിരന്ന താലപ്പൊലിയുടെ അകമ്പടിയോടെയാണ് രാജാവിനെ വിലക്കിലി ഇല്ലത്തേക്ക് ആനയിച്ചത്. വിലക്കിലിയുടെ പ്രാമാണ്യവും ആ ഒരു ആൾബലമൊക്കെ മനസ്സിലാക്കിയ രാജാവിന് പക്ഷേ ഇതൊന്നും അത്ര രസില്ല. രാജാവ് രാമയ്യനോടായിട്ട് പറഞ്ഞു, രാമയ്യ, എനിക്ക് ചൂടത്ര സഹിക്കുന്നില്ല. കുശാഗ്രബുദ്ധിയാണല്ലോ രാമയ്യന്തളവ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജൻ, നാളെ രാവിലെ കുളത്തിലെ തണുത്ത വെള്ളത്തിലൊന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഈ ചൂടങ്ങ് മാറാവുന്നതേ ഉള്ളൂ. ഇല്ലത്തിയെന്ന് വിലക്കിലിയുടെ സ്വീകരണങ്ങളെല്ലാം വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്ന് രാജാവ് ഭാവിച്ചതിന് ശേഷം പെട്ടെന്ന് നാടകീയമായിട്ട് രാജാവ് ഉത്തരവിട്ടു, ഈ കൊട്ടാരവും സ്വത്തുവകകളും ഒക്കെ പിടിച്ചെടുത്തിരിക്കുന്നു. രാജകൽപ്പനയല്ലേ. നിമിഷങ്ങൾക്കകം ഭടന്മാരടച്ചു കയറി വിലക്കിലിയുടെ കൊട്ടാരവും ഇല്ലവും സകലതും ഇടിച്ചു നിരത്തി അവിടെ ഉണ്ടായിരുന്ന സ്വത്തുവകകളും രേഖകളും എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റപ്പെട്ടു. വിലക്കിലിയുടെ കൊട്ടാരം നിന്നിരുന്ന സ്ഥാനത്ത് രാമയ്യന്തളവ ഒറ്റ രാത്രി കൊണ്ട് കുത്തിയ കുളത്തിൽ പിറ്റേന്ന് പ്രഭാതത്തിൽ രാജാവ് ഇറങ്ങി മുങ്ങി തൻ്റെ മനസ്സും ശരീരവും തണുപ്പിച്ചു എന്നും ചരിത്രം. വിലക്കിലിയുടെ കൊട്ടാരത്തിൻ്റെ ആ ഒരു പൂമുഖമാണത്ര ഇന്ന് ശ്രീവല്ലഭ ക്ഷേത്രത്തിന് മുൻവശത്തായിട്ട് കാണുന്ന ആ കഥകളി നടക്കുന്ന മണ്ഡപം. വിലക്കിലിയുടെ പൂമുഖത്തെ അലങ്കരിച്ചിരുന്ന ആ ഒരു ദാരുവിഗ്രഹമാണ് ക്ഷേത്രത്തിന് മുൻപിലെ ആനക്കുട്ടിലിൽ കാണുന്ന ഈ ഒരു അനന്തശയന രൂപം. അതിനുശേഷം രാജാവ് ക്ഷേത്രം പിടിച്ചെടുക്കുകയും ക്ഷേത്രത്തിലെയും ഇദ്ദേഹത്തിൻ്റെ ഇല്ലത്തെയും ഒക്കെ സ്വത്തുവകകളെല്ലാം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. വളരെ കാലം ഈ ഒരു അനന്തശയന രൂപം ക്ഷേത്രത്തിൻ്റെ ഊട്ടുവരയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. പിന്നീട് കുറേ കാലങ്ങൾക്ക് മുമ്പാണ് അതെടുത്ത് ഈ ആനക്കുട്ടലിന് മുകളിൽ സ്ഥാപിച്ചതെന്നും പറയപ്പെടുന്നു. ഈ ഒരു സംഭവത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഊരാൺമക്കാരിൽ ചിലരായിരുന്നു എന്നും പറയുന്നുണ്ട്. അതിന് രാജാവ് അവർക്ക് പ്രതിഫലമായി വലുതായ വസ്തുവകകളും മറ്റും കൊടുത്തിരുന്നു അത്രേ. പിന്നീടും പലതവണ രാമയ്യന്തളവയുടെ നേതൃത്വത്തിൽ തിരുവല്ല ഗ്രാമത്തിന് നേരെ ആക്രമണമുണ്ടായി. അധികാരസ്ഥാനത്തുനിന്ന് നിഷ്കാസിതനായെങ്കിലും തൻ്റെ ജനങ്ങളെയും ഗ്രാമത്തെയും സ്വാതന്ത്ര്യത്തെയും കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി ധീരനായ വിലക്കിലി
അവരോടൊപ്പം പടക്കളത്തിലിറങ്ങി വീരമൃത്യു വരിച്ചു എന്നും ചരിത്രം. തെക്കുംകൂറിനെ തോൽപ്പിക്കണമെങ്കിൽ തിരുവല്ല ഗ്രാമം കൈവശപ്പെടുത്തണമെന്ന ആ ഒരു രാഷ്ട്രീയ നീക്കത്തിൽ കഴിഞ്ഞ് രാജാവിന് മറ്റ് താല്പര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീടും കുറേ കാലത്തോളം ഈ പത്തില്ലത്തിൽ പോറ്റിമാർ തന്നെയാണ് ചില നിബന്ധനകളോടെ ക്ഷേത്രഭരണം നിർവഹിച്ചു വന്നത്. പിന്നീട് 1866 സർക്കാർ നേരിട്ട് ഭരണം തുടങ്ങിയത്. എന്നിട്ടും 1936 വരെ ഒരു ഭണ്ഡാരത്തിൻ്റെ താക്കോല് പത്തില്ലത്തിൽ പോറ്റിമാരുടെ ഉണ്ടായിരുന്നു. ആ വർഷം അധികാരത്തിൻ്റെ അവസാന ചിഹ്നമായിരുന്ന ആ താക്കോൽ കൂടി ദേവസ്വത്തിൽ തിരിച്ചേൽപ്പിച്ചതോടെ നൂറ്റാണ്ടുകൾ നീണ്ട ആ ഊരാൺമ ഭരണത്തിന് അവിടെ അവസാനമാവുകയായിരുന്നു. ഈ ഒരു കഥകൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അവിടെ ചെന്ന് ഈ ഒരു ശില്പം കണ്ടപ്പോൾ, ഈ ഒരു ശില്പവും ആ ഒരു കുളമൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി.